പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം ആഗോള സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മാസമായിരുന്നു. അതിൽ സീറോ മലബാർ സിനഡൽ അസംബ്ലി പാലായിലും അതിനുശേഷം അതിനോടൊപ്പം തന്നെ സീറോ മലബാർ മെത്രാൻ സിനഡും കാക്കനാടും നടത്തപ്പെടുകയുണ്ടായി. സഭയെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ യാതൊരു വിഷയത്തിലും ഒരു തീരുമാനവും എടുക്കാതെ എറണാകുളത്തെ ഭൂമി കളവ് പ്രശ്നം മുതൽ ഡീക്കന്മാരുടെ പട്ടം, കുർബാന പ്രശ്നം എന്ന അഭാസ്യമായ സുവിശേഷ വിരുദ്ധ പോരാട്ടം, ഇതിലൊന്നിലും ഒരു തീരുമാനമുണ്ടായില്ല. മാത്രവുമല്ല, റെസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് കർദിനാളിൻ്റെ ഭൂമി കളവിനെതിരെ പാപപരിഹാരം ചെയ്യണം, കട്ടപ്പണം തിരിച്ചു വയ്ക്കണമെന്ന് മാർപ്പാപ്പയുടെ ഉത്തരവായ റെസ്റ്റിറ്റ്യൂഷനെ സിനഡ് കേട്ടതേയില്ല, കണ്ടതേയില്ല, ആരുമൊട്ട് പറഞ്ഞുമില്ല. എന്നാൽ ഇത്രയും പ്രമാദമായ ഈ സിനഡൽ അസംബ്ലിയിലും മെത്രാൻ സിനഡിലും എന്താണ് സംഭവിച്ചത്? ഇത്ര വലിയ കൊട്ടിക്കലാശത്തോടെ നടത്തപ്പെട്ട ആകെ കൂടി സിനഡൽ അസംബ്ലിയിൽ നടന്നത് 17/3/2023 സുപ്രീം കോടതി വരെ എന്താണ് പറയുക, താൻ കർദിനാളാണ്, മെത്രാപ്പൊലിത്തയാണ്, സഭയിലെ മറ്റൊരു മാർപ്പാപ്പയാണ്, എനിക്ക് ഭൂമി വിൽക്കാനും പണം വാങ്ങിയും വാങ്ങാതെയും വിൽക്കാൻ അവകാശമുണ്ടെന്ന് വാദിച്ച് കാക്കനാട് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതിയിൽ വരെ വാദിച്ച് പരാജയപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞു പോയി ജാമ്യം എടുത്ത് ഇന്ത്യൻ സിറ്റിസനായിട്ട് അനുസരണയുള്ള ആളായിട്ട് ജാമ്യം എടുത്ത് കേസ് നേരിടാൻ പറഞ്ഞ് അങ്ങനെ ഒന്നാം പ്രതിയായിട്ട് ജാമ്യത്തിൽ ഓടുന്ന ഒരു കർദിനാളിനെ, മാർപ്പാപ്പ പുറത്താക്കിയ ഒരു കർദിനാളിനെ ആദരിച്ചു. എന്താണ്? സീറോ മലബാർ സിനഡൽ അസംബ്ലി പാലായിൽ ആദരിച്ചു. എന്താണ്? സഭയെ ആഗോള സഭയാക്കി, ഇന്ത്യയിലെ എവിടെയും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സഭയാക്കി മാറ്റി. എന്ത് പ്രേക്ഷിത പ്രവർത്തനമാണ്! ഈ നാട്ടിലുള്ള എല്ലാ സീറോ മലബാറികളെയും തമ്മിലടിപ്പിച്ച് പണം പിടുങ്ങുക, അവൻ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രക്ഷപ്പെട്ടു ഓടുന്ന വിദേശത്ത് ചെന്ന് അവനെ ചേസ് ചെയ്തെന്ന് നമ്മളാണ് മറ്റേ ക്രിസ്ത്യൻ രാജ്യത്ത് ചെന്നിട്ടുള്ളവന്മാർ, അവരുടെ കർത്താവ് വേറെ, നമ്മുടെ കർത്താവ് വേറെ, നമ്മുടെ അച്ഛന്മാർ വേറെ, നമ്മുടെ കുർബാന വേറെ എന്ന് അവിടെ വിഭാഗീയതയുണ്ടാക്കി പണം പിടുങ്ങുന്ന ഒരു ആഗോള സഭയെയാണോ ഈ സീറോ മലബാറിൻ്റെ കർദിനാളിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്? എല്ലായിടത്തും പിരിവിൻ്റെയും കളവിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകൾ മാത്രമാണുള്ളത്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാണുന്നുവോ? ഇത് സുവിശേഷമാണോ? ക്രിസ്തുവിനെയാണോ പ്രഘോഷിക്കുന്നത്? അത് ക്രിസ്തു വിരുദ്ധമാണോ പ്രഘോഷിക്കുന്നത്? പ്രിയരെ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചു, ഒന്നാം പ്രതി കർദിനാളിനെ ആദരിച്ചു, അദ്ദേഹത്തിൻ്റെ സമുന്നതമായ നേട്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെ കളവ് കേസിൽ പിടിക്കപ്പെട്ട് വിചാരണ നേരിടുന്ന ഒരാളെ ആദരിക്കുക വഴി ആദരിക്കുന്ന സമൂഹം എത്രമാത്രം അധപതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സിനഡിൻ്റെ തീരുമാനങ്ങളാണ്. എന്താണ്? വളരെ ചെറുപ്പക്കാരനായ ജൂനിയറായ തൻ്റെ ഒരു കങ്കാണിയായ തോമസ് തറയിൽ മെത്രാനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിച്ചു. വേറെ അവിടെയെങ്കിലും പാരമ്പര്യം കൊള്ളാവുന്ന വൈദികരോ മോൺസിഞ്ഞർമാരോ വികാരി ജനറൽമാരോ ആരും ഇല്ലത്രേ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചുറ്റുവട്ടത്തിൽ ജനിച്ച് ജീവിച്ച് ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയും യാതൊരു സുവിശേഷ സാക്ഷ്യവും ഇല്ലാതെ യാതൊരു കഷ്ടപ്പാടും അനുഭവിക്കാതെ വെള്ളിക്കരണ്ടിയിൽ ജനിച്ച് വീഴുന്ന എന്തോ ഒരു രാജകുമാരനെ പോലെ അദ്ദേഹത്തെ സഭയിലെ രാജകുമാരനായിട്ട് അങ്ങ് ഏറ്റവും മുന്തിയ രാജകുമാരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ശംഷാബാദ് രൂപതയിൽ വേറൊരു, അത് ശരിക്കും പറയുകയാണെങ്കിൽ യുവത്വവും ആർജവവുമുള്ള തറയിൽ മെത്രാനെ ആയിരുന്നു ശംഷാബാദിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം അടങ്ങുന്ന ഒരു മിഷൻ പ്രദേശമാണ് ശംഷാബാദ് രൂപത, അവിടേക്ക് വിടേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം മറ്റേതോ ഒരാളെ തനിക്ക് വേണ്ടി കൈവെക്കുമെന്നൊരാളെ ശംഷാബാദിൽ നിന്ന് പോന്ന മാർ തട്ടിൽ പിതാവാണല്ലോ ഇപ്പം നമ്മുടെ സഭയുടെ ഉന്നത അധികാരി.
മേജർ ആർച്ച് ബിഷപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിങ്കിടിയെ അവിടെയും വെച്ചു. ഇനി ഈ ഇതിൻ്റെ മറ്റൊരു തീരുമാനമാണ് വളരെ എന്താ പറയുക അപഹാസ്യം അല്ലെങ്കിൽ വളരെ കോമാളിത്തരം. എന്താണ്? പെർമനൻറ്റ് സിനഡിനെ പുനഃസംഘടിപ്പിച്ചു. ആരൊക്കെയാണ് പെർമനൻറ്റ് സിനഡ് അംഗങ്ങൾ? പാലാ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട്, സീനിയറാണ്, കറുത്ത തൊപ്പിയും കുപ്പായവും മന്ത്രവാദമൊക്കെ അറിയാവുന്ന ആളാണ്. തൃശ്ശൂർ മെത്രാൻ ആൻഡ്രൂസ് താഴസ്, നേർച്ച പണം കളവ്, ഹോങ്കോങ് യാത്ര പോകുന്നിടത്തൊക്കെ കന്യാസ്ത്രീകളും അല്ലെങ്കിൽ കൊഴുത്ത വിശ്വാസിനികളും കൂടെ ഇല്ലാതെ അദ്ദേഹം എവിടെയും പോകാറില്ല. ആലഞ്ചേരിയുടെ കഥയും അത് തന്നെ. തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി, 300 അദ്ദേഹത്തിൻ്റെ റേറ്റ്. പിന്നെ കോട്ടയം മെത്രാൻ മാത്യു മൂലക്കാട്ട്, എൻഡോഗമി. ഈ മനുഷ്യൻ എന്താണ് പറയുക, രക്തശുദ്ധിയിൽ അഭിമാനിച്ച് തൻ്റെ കൂടെ ഇരിക്കുന്ന ഈ തൃശ്ശൂർ മെത്രാൻ ആൻഡ്രൂസ് താഴത്തിനെയും തലശ്ശേരി ജോസഫ് പാംബ്ലാനിയെയും അതുപോലെ ഈ ജോസഫ് കല്ലറങ്ങാട്ടിനെയും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹം പരിഗണിക്കുക? അകൃത്യങ്ങൾ, വംശശുദ്ധിയില്ലാത്തവർ, രക്തശുദ്ധിയില്ലാത്തവർ. ഇതെന്തൊരു തരം സുവിശേഷവും എന്തൊരു തരം ക്രിസ്തീയതയുമാണ്? സഹോദരനെ നികൃഷ്ടനായി കാണുന്ന ഒരാളെ പെർമനൻറ്റ് സിനഡാക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ കേരള ക്രിസ്തീയ സഭയിലെ സീറോ മലബാറിലെ ഏറ്റവും വലിയ അകൃത്യമാണ്. പിന്നെ പകരക്കാരായിട്ട് പെർമനൻറ്റ് സിനഡിന് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ബിഷപ്പ് തോമസ് തറയിൽ, ആ പഴയ ചെറുപ്പക്കാരൻ. പിന്നെ കോതമംഗലം ബിഷപ്പ് ജോസഫ് മടത്തിക്കണ്ടിൽ, ഇരിങ്ങാലക്കുട ബിഷപ്പ് കണ്ണൂക്കാടൻ, പിന്നെ റെമീജിയോ സിഞ്ചനാനിയിൽ ഉപ്പാപ്പ മെത്രാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രിയ സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനു പുറകെ കേരളത്തിലെ പിണറായി മന്ത്രിസഭയിലെ സമുന്നതനായ മലപ്പുറം MLA PV അൻവറുടെ വെളിപ്പെടുത്തലുകൾ, ഇങ്ങനെ അനേകം വെളിപ്പെടുത്തലുകൾ, അങ്ങനെ നമ്മുടെ മാധ്യമങ്ങളും മീഡിയയും എല്ലാം എന്താണ് പറയുക, വളരെ വായുവേഗത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ PV അൻവർ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഒരു ഓഡിയോ കേൾപ്പിച്ചു. എന്താണ്? മലപ്പുറം SP സുജിത് ദാസ് എന്താണ് പറയുക, കമ്മീഷണർ ഓഫീസിലെയോ മറ്റേതോ പോലീസ് കോമ്പൗണ്ടിലുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിവിറ്റു. പിന്നീട് അദ്ദേഹം അനധികൃതമായിട്ട് കള്ള സ്വർണം വരുന്നത്, മുൻപ് അദ്ദേഹം കസ്റ്റംസിലെ ജോലിക്കാരനായിരുന്നു, അവിടെ നിന്നാണ് IPS കിട്ടി SP ആയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കസ്റ്റംസുകാർ പിടിക്കാതെ വിടുന്ന കള്ള സ്വർണം പുറത്ത് വെച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനെ അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് നേതൃത്വം കൊടുത്ത് ഈ അൻവറും കാരാട്ട് റസാക്കും ജലീലുമൊക്കെ അടങ്ങുന്ന മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. അതാണ് അവരെ ചൊടിപ്പിച്ചത്. ഈ കേരളത്തെ രാജ്യവിരുദ്ധ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ എന്നെന്നും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ അധോലോകമാണ് ഈ പറയുന്ന ഏതൊരു അവരുടെ ജിഹാദിസമാണ് പുറത്തേക്ക്. തങ്ങൾക്ക് നഷ്ടം വന്നപ്പോൾ അവരുടെ കളറ് കാണിച്ചു. അവർ പറഞ്ഞു ഇതുപോലെ സുജിത് ദാസിൻ്റെ ഓഡിയോ, ഒരു PV അൻവറുമായിട്ട് SP സുജിത് ദാസ് താൻ ചെയ്ത മരം വെട്ടും മറ്റ് കാര്യങ്ങളുടെയൊക്കെ പേരിൽ PV അൻവർ പരാതി കൊടുത്തപ്പോൾ സുജിത്ത് പറയുകയാണ്, പ്രിയപ്പെട്ട MLA, ആ കേസൊന്ന് പിൻവലിക്കൂ. അത് പിൻവലിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ, വളരെ ചെറുപ്പക്കാരനായ 10-30 കൊല്ലം സർവീസുള്ള ഒരു പക്ഷേ DGP വരെ ആകാവുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എക്കാലവും അങ്ങയുടെ അടിമയായിരിക്കും, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ഇവിടെയാണ് നമ്മുടെ സഭയുടെയും തകർച്ച, അതിൻ്റെ ഗുട്ടൻസ് കിടക്കുന്നത് അവിടെയാണ്. എന്താണ്? നമുക്കറിയാം 1991-92 കാലഘട്ടത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയെ ഒരു സ്വയം പര്യാപ്ത സഭയായി, പാത്രിയർക്കിയേറ്റൊന്നും ആക്കിയില്ല, പക്ഷേ ഒരു സ്വയം പര്യാപ്ത സഭയാക്കി 25 വർഷത്തിന് ശേഷം പാത്രിയർക്ക് 2017-18 സീറോ മലബാർ ആകും, ഒരു പാത്രിയർക്കേറ്റ് ആകും എന്നൊക്കെയായിരുന്നു പൗരസ്ത്യ തിരുസംഘം എന്ന തിരുട്ടു സംഘത്തിൻ്റെ വാഗ്ദാനങ്ങൾ.
അത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2016 എറണാകുളത്തിൻ്റെ കണ്ണായ ഭൂമികൾ വിറ്റുതുലയ്ക്കും അതുപോലെ തന്നെ ലോൺ എടുത്ത് സ്ഥലം വാങ്ങുകയും ആ കടം വീട്ടാൻ വേണ്ടി ഭൂമി വിറ്റപ്പോൾ കടം ഇരട്ടിയാവുകയും ചെയ്ത കഥ ഇത് ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. ഒരു തൻ്റെ സ്വന്തം കുടുംബത്തെ എന്താണ് പറയുക, മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുക്കുന്നത് പോലെയാണ് കർദിനാൾ അന്ന് ചെയ്തത്. അതിനെ തുടർന്നുണ്ടായ ചോദ്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായ കേസുകൾ. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഇപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 10-12 വർഷക്കാലം ശരിക്കും പറയുകയാണെങ്കിൽ 1998 10-12 വർഷത്തോളം മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാർ ആലഞ്ചേരി സീറോ മലബാർ സഭയെ ഭരിച്ചു. അങ്ങനെ ഭരിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയിൽ അങ്ങനെ സ്വയം ഭരണാവകാശം കിട്ടിയത്. അതിനു മുൻപ് വത്തിക്കാൻ്റെ നേരിട്ടുള്ള നിയമനത്തിലാണ് മെത്രാന്മാരെ വഹിക്കുന്നത്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പൗരസ്ത്യ സ്വതന്ത്ര സഭ എന്ന ഒരു അവകാശം കിട്ടിയപ്പോൾ മാർ ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് പറയുക, ഈ കൽദായിസം, തട്ടിപ്പിസം, താൻ ലോഹയിട്ടത് ഇതെല്ലാം പിടിച്ചടക്കാനും നേടാനും വേണ്ടിയാണ് മാമോനിസം പുറത്തേക്ക് വന്നു. അദ്ദേഹം ചെറുതും വലുതുമായ നിയമനങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മഹാരാജാസ് കോളേജ്, തേവര കോളേജ്, ലിസി ആശുപത്രി, ഇങ്ങനെ വലിയ ബൃഹത്തായ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നിയമനത്തിന് കൈക്കൂലി. ബിനു ചാക്കോ എന്ന ഒരു ക്രിമിനലിനെ ഇടനിലക്കാരനായിട്ട് പണം വാങ്ങി. സാജു വർഗീസ് എന്ന ഒരു സ്വന്തം ഇടനിലക്കാരനെ വെച്ച് ഭൂമി 10 പൈസ വാങ്ങാതെ ഭാരതമാതാ കോളേജിൻ്റെ എതിർവശത്തുള്ള കണ്ണായ ഭൂമി അദ്ദേഹത്തിന് തീർന്നു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അത് പല ലക്ഷങ്ങൾ, കോടികൾക്ക് മറിച്ചു വിറ്റു. ഇതുപോലെ മറിച്ചു വിൽക്കുകയും പിന്നീട് ലോണെടുത്ത് കോട്ടപ്പടിയിൽ ഭൂമി വാങ്ങുകയും ദേവികുളത്ത് ഭൂമി വാങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ED പിടിച്ചു. എന്താണ് പറയുക, ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായ എറണാകുളം അതിരൂപതയിലെ തലവൻ, സഭയുടെ തലവൻ ആലഞ്ചേരി ഭൂമി വാങ്ങിയും വിറ്റും ലാഭമുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ചാരിറ്റബിൾ രജിസ്ട്രേഷൻ നഷ്ടമായി. 6 കോടിയോളം പിഴ ചുമത്തി. മാർപ്പാപ്പ KPMG റിപ്പോർട്ടിലൂടെ ഇതൊക്കെ പിടികൂടി. മാർപ്പാപ്പ പറഞ്ഞു കട്ടപ്പണം തിരിച്ചു വയ്ക്കണം, റെസ്റ്റിറ്റ്യൂഷൻ. ഈ പിഴച്ച സിനഡിന് ഇതുവരെ അതിനൊരു പരിഹാരമില്ല. അപ്പോൾ അതിനെന്താണ് കാരണം? 10-12 വർഷം കൊണ്ട് ഈ മാമോനിസം ബാധിച്ച, കൽദായിസം ബാധിച്ച ഈ കർദിനാൾ തനിക്കിണങ്ങിയവരെ സഭയുടെ എല്ലാ കേന്ദ്രങ്ങളിലും നിയമിച്ചു. കള്ളന് കഞ്ഞി വയ്ക്കുന്നവർ അല്ലെങ്കിൽ കർദിനാളിന് കഞ്ഞി വയ്ക്കുന്നവരെ മാത്രമാണ് കർദിനാൾ പരിപോഷിപ്പിച്ചത്. കൊള്ളാവുന്ന സത്യക്രിസ്ത്യാനികളായി ദൈവവിളി കെട്ടി പുരോഹിതനും ബിഷപ്പുമായ നന്മയുള്ള പുരോഹിതന്മാരെയും മെത്രാന്മാരെയും താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി. അങ്ങനെ ഈ അധികാരത്തിൻ്റെ മുന്നിലാണ് നേർച്ചപ്പണം അടിച്ചു മാറ്റി ഭൂമി വിൽപ്പന നടത്തിയ ആൻഡ്രൂസ് താഴത്ത് നാളതുവരെ തൃശ്ശൂർ രൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലനിന്നിരുന്ന മനുഷ്യൻ മറുകണ്ഠം ചാടി തൻ്റെ കളവുകളും തൻ്റെ അവിഹിതങ്ങളും വെളിച്ചത്ത് വരരുതെന്ന് കരുതി. അതുപോലെ മറ്റെന്താണ്, പോളി കണ്ണുകോടൻ, അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. കർദിനാളിൻ്റെ മുമ്പിൽ എന്തൊരു ക്രിമിനൽ കേസിൻ്റെ പേരിലാണ് അദ്ദേഹം മുട്ടുകുത്തി ഈ ഇരിങ്ങാലക്കുടയിലെ വൈദികരെയും ജനങ്ങളെയും വഞ്ചിച്ചതെന്ന്. പിന്നെയുള്ളത് തറയിൽ മെത്ര ആലഞ്ചേരിയുടെ എന്താണ് പറയുക, മാനസപുത്രൻ എന്നല്ലാതെ എന്താണ് പറയുക. പിന്നെയാണ് ഈ മാത്യു മൂലക്കാട്ട്. വംശശുദ്ധിയുള്ളവൻ ഇവരുടെ കൂട്ടത്തിൽ കൂടുമോ? ഇവരിൽ നിന്ന് ഇവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുമോ? എനിക്കറിയില്ല. പിന്നെ പാലാ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട്, അദ്ദേഹം ഈ പറയുന്ന പോലെ എല്ലാ ഫാൻസി ഡ്രസ്സും കളിച്ച് സഭയിലെ വിശ്വാസികൾക്ക് തങ്ങൾ ഏതുതരം ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തവണ്ണം പൗരസ്ത്യ ജ്വരം ബാധിച്ച ഒരു മനുഷ്യൻ തൻ്റെ പിടിച്ചു നിൽപ്പിനും. അങ്ങനെ അതുപോലെ തന്നെ ബാക്കി ജോസഫ് പാംപ്ലാനി, ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപത, അദ്ദേഹം നമുക്കറിയാം TJ ജോസഫ് എന്ന മാഷിനെ മുസ്ലിം തീവ്രവാദികൾക്ക് വെട്ടാൻ എറിഞ്ഞു കൊടുത്ത മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവികതയാണ് ആ പറയുന്നത്. പിന്നെ ഇത്തരം കരിപുരണ്ടവരെ മാത്രം പെർമനൻറ്റ് സിനഡാക്കി
എറണാകുളം അങ്കമാലി അതിരൂപതയെ ചവിട്ടി മെതിക്കുവാൻ വേണ്ടി യാതൊരു തത്വദീക്ഷയുമില്ലാതെ, യാതൊരു ക്രിസ്തീയതയുമില്ലാതെ, എന്താണ് പറയുക, സഹോദരനെ, ആരാണ് സഹോദരൻ എന്ന് ചോദിച്ചപ്പോൾ പരിക്കേറ്റ് കിടന്നവനെ ശുശ്രൂഷിച്ച നല്ല സമറിയക്കാരനെ ചൂണ്ടിക്കാണിച്ച ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മൾ. മുഖ്യപുരോഹിതനും ദേവാലയ ശുശ്രൂഷയും ആ പരിക്കേറ്റ് കിടന്നവനെ കണ്ട് കവച്ചങ്ങ് നടന്നു പോയുള്ളൂ. കാരണം അവനെ സ്പർശിക്കുകയോ തൊട്ട് അവനെ തീണ്ടൽ വരും, അവന് പിന്നെ ദേവാലയ ശുശ്രൂഷ നടത്താൻ പറ്റില്ല. അത്തരം മൗഢ്യങ്ങളെ, എന്താണ് പറയുക, ദൈവത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളെ, പരിക്കേറ്റ് കിടക്കുന്നവനെ പോലും കാണാൻ കഴിയാത്ത, സാഹോദര്യമില്ലാത്ത നിയമത്തെ തള്ളിപ്പറഞ്ഞ ക്രിസ്തീയതയെ പൊക്കിപ്പിടിച്ച യേശുവിനെയാണ് ഇവരിപ്പോൾ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നത്. നല്ല സമറിയക്കാരനും നല്ല അയൽക്കാരനും എന്ന് പറയാൻ പോലും നമുക്കിന്ന് സുവിശേഷക്കാരോ അല്ലെങ്കിൽ ധ്യാനക്കാരോ ഇല്ല. അവരൊക്കെ പഴയ നിയമത്തിലെ വലിയ വാളേന്തിയവന്മാരെയും രാജാക്കന്മാരെയും കിരീടം വെച്ചവരെയും മാത്രമേ പ്രസംഗിക്കൂ, ഏഷണി ഭീഷണിയുടെ സുവിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് സീറോ മലബാർ സഭ ഇത്രയും അധോഗതിയിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളനും അദ്ദേഹത്തിന് കഞ്ഞി വയ്ക്കുന്നവരും അടങ്ങുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ കയ്യിൽ പവർ ഗ്രൂപ്പ്, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അതാണല്ലോ, പവർ ഗ്രൂപ്പ്. ഇങ്ങനെ ഭൗതികമായ മാമോനിസം ബാധിച്ച ഒരു പവർ ഗ്രൂപ്പ്, അതിന് നേതൃത്വം നൽകുന്ന, ഇന്നും നേതൃത്വം നൽകുന്ന ആലഞ്ചേരി പുറത്താക്കപ്പെട്ട കർദിനാൾ, പിന്നെ ഇതിനിടയിലെല്ലാം കിടന്ന് എന്താണ് പറയുക, നിലനിൽപ്പിന് വേണ്ടി തനിക്ക് ഇത്രയൊക്കെ എത്താൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുകയും, എന്നാൽ പരിശുദ്ധാത്മാവിനും ക്രിസ്തീയതയ്ക്കും വിരുദ്ധമായിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളെയും ക്രിസ്തീയതകളെയും കാണാതെ പ്രവർത്തിക്കുന്ന മാർ തട്ടിൽ പിതാവും സഭയുടെ ഇന്നത്തെ തലവൻ. ഇതൊക്കെ നമ്മെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ അധികാരത്തിലിരിക്കുന്നവരെല്ലാം, പട്ടം കിട്ടിയവരെല്ലാം, മാർ തറയിലടക്കം, എന്താണ് ഈ സുജിത് ദാസ് PV അൻവറോട് പറഞ്ഞതുപോലെ, എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എക്കാലവും അങ്ങയുടെ അടിമയായിരിക്കുക. അതുപോലെ ഇന്ന് സഭയിൽ തിളങ്ങുന്ന മെത്രാന്മാരും പുതിയ പട്ടം കിട്ടിയവരും പുതിയ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നവരെല്ലാം തന്നെ ഇതുപോലെ പണം വെട്ടിപ്പും അവിഹിതവും അതുപോലെ വിശ്വാസവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയിലെ കളങ്കിതരാണ്. ആ കളങ്കിതരെ കൂട്ടുപിടിച്ചാണ് മാർ ആലഞ്ചേരി സീറോ മലബാർ സഭയെ ഇന്നത്തെ ദയനീയമായ പരിസ്ഥിതിയിലും അതുപോലെ എറണാകുളത്തെ നശിപ്പിക്കുവാനുമുള്ള ഒരു ഒരുക്കത്തിലും എത്തി നിൽക്കുന്നത്. അതിന് ഏക തടസ്സം സഭയുടെ നേതൃത്വവും പരമോന്നതനായ മാർപ്പാപ്പയുമാണ്. പ്രിയരെ, ചിന്തിക്കൂ.